സ്കോട്ടിഷ് മല്ലു ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മീഡിയയിലൂടെ ചെയ്യുന്നതാണ് സ്റ്റുഡൻറ് വിസയെക്കുറിച്ചും സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻറ് വിസയിൽ ഇങ്ങോട്ട് വരാനിരിക്കുന്നവർക്കും ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിനും ഏറ്റവും ഇച്ചിരി ഇൻഫർമേഷൻ കൊടുക്കാവുന്ന, അവരെ എന്തെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യാവുന്ന വീഡിയോ ഇച്ചിരി ഇൻഫോർമേറ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റുഡൻറ് വിസയിൽ ഇനി നാട്ടിൽ നിന്ന് UK വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, വരാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാർക്ക്, ഏജൻസി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് വരെ അടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഇച്ചിരി ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ശ്രദ്ധിക്കണം, ഇനി വരുന്നവരൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഏകദേശം 6 മാസമായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. PSW നിർത്തുന്നു, ഡിപെൻഡന്റ് വിസ നിർത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം അണിയറയിൽ അത് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെന്റ് ഇനി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് UK വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസിനോട്, നാട്ടിൽ നിന്ന് പൈസ 10-20 ലക്ഷം മുടക്കി UK വരാൻ നിൽക്കുന്ന ആൾക്കാരോട്, ഡിപെൻഡന്റ് വിസ ഇല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് വരാൻ പറ്റില്ല, നിങ്ങളുടെ കുട്ടികൾക്ക് വരാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ വരാതാകുമ്പോൾ നിങ്ങൾക്ക് ആകെപ്പാട് 20 മണിക്കൂറേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ സ്റ്റുഡൻറ് വിസ എടുക്കുന്നവർക്ക്. അപ്പൊ നിങ്ങൾ എങ്ങനെ വന്ന് നിങ്ങൾ ഈ മുടക്കുന്ന പൈസ തിരിച്ചു പിടിക്കും? ലോൺ എടുത്തും വീട് പടയം വെച്ചും ഒക്കെ വരുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, അങ്ങനെ തന്നെ വരുന്നവരാണ്. അപ്പൊ ആ സത്യാവസ്ഥ, ആ ഒരു അവസ്ഥ അറിയുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന് 20 മണിക്കൂർ ജോലി ചെയ്താൽ നമ്മുടെ ഫുഡിനും അക്കോമഡേഷനുള്ള പൈസ കഷ്ടിച്ച് ഇവിടെ കിട്ടുള്ളൂ. ചിലപ്പോൾ നാട്ടിൽ നിന്ന് വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഡിപെൻഡന്റ് വിസ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾ UK വന്നാൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടായി തീരും അത്. കാരണം മുടക്കുന്ന പൈസ തിരിച്ചു പിടിക്കാൻ പറ്റാതെ വരും. ഡിപെൻഡന്റ് വിസ കട്ട് ചെയ്തു, നിങ്ങളുടെ പാർട്ട്ണറെയും കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റാതെ വന്നു, പാർട്ട്ണർക്ക് ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റാതെ വന്നു, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പിന്നെ PSWന്റെ കാലമാണ്. 1 വർഷത്തെ കോഴ്സ് എടുക്കുന്നവർക്ക് 6 മാസം ഇനി PSW കൊടുക്കുകയുള്ളൂ എന്നാണ് പുതിയ നിയമം. അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പക്ഷെ ഉടനെ വരും. നാട്ടിൽ നിന്ന് ഇപ്പം വിസ അടിക്കാൻ നമ്മൾ ഉടനെ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അത് അടിക്കുന്നതിന് മുമ്പ് നിയമം പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ ചിലപ്പോ നിങ്ങൾക്ക് ഒരു പണി വരാൻ സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഏജൻസികൾ നിങ്ങൾക്ക് പല മോഹന വാഗ്ദാനങ്ങളും തരും. നിങ്ങൾക്ക് ഇവിടെ UK വന്നപാടെ വർക്ക് വിസയായി, വർക്ക് വിസയ്ക്ക് ശേഷം PR ആയി, സിറ്റിസൺഷിപ്പ് ആയി, നിങ്ങൾ ഭയങ്കര സെറ്റിലായി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാൻ പറ്റില്ല, നിങ്ങളുടെ പാർട്ട്ണറെ കൊണ്ടുവരാൻ പറ്റില്ല, കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഇവിടെയാണ്. കൂടാതെ PSW ഇല്ല. ഈ PSW 6 മാസമായിട്ട് ചുരുക്കുന്നത് 1 വർഷത്തെ കോഴ്സ് എടുക്കുന്നവർക്കാണ്. അതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയാണ്. PG 2 വർഷത്തെ PG എടുക്കുന്നവർക്കോ 2 വർഷത്തെ കോഴ്സ് എടുത്താൽ PhD എടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ല. അവർക്ക് 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വർക്ക് PSW വിസ പഠിച്ചതിന് ശേഷം, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം കിട്ടുന്നതാണ്. അങ്ങനെയാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. ഔദ്യോഗികമായ അറിയിപ്പിന് നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷെ ഔദ്യോഗികമായ അറിയിപ്പ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഔദ്യോഗികമായ അറിയിപ്പ് വന്ന് നിങ്ങൾക്ക് ഒരു കാലാവധി കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾ അതിനു മുമ്പ് പൈസ ഏജൻസികളിലോ യൂണിവേഴ്സിറ്റികളിലോ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ട്രാപ്പിലാവും. അതിനൊരു മുന്നറിയിപ്പ് ആയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടും എന്നൊരു വിചാരം കൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ ട്രെൻഡ് അനുസരിച്ച് എല്ലാവരും ഇപ്പൊ UK അല്ലെങ്കിൽ കാനഡ, ഓസ്ട്രേലിയ എവിടെയെങ്കിലും എന്തെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും ഇപ്പം UK കമ്പയർ ചെയ്ത് UK വരുവാണെങ്കിൽ സീനിയർ കെയർ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസ കിട്ടാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പാർട്ട്ണർക്ക് വരാൻ പറ്റില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ PSW കിട്ടില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വിസ സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉള്ളപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ തരുവാണ്. കാനഡയിൽ നമ്മൾ 3 വർഷം സ്റ്റുഡന്റ് വിസയിൽ തന്നെ നിന്നാലും പല കോണ്ടിനെന്റുകളിലും ഇപ്പോൾ PR കൊടുക്കുന്നുണ്ട് 3 വർഷം കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. ഞാൻ UK ഒരിക്കലും താത്തി പറയല്ല. എന്നെ ഞാനാക്കി UK ആണ്. ഞാൻ എപ്പോഴും UK സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു UK നിയമങ്ങൾ സ്ട്രിക്റ്റ് ആക്കുമ്പം അതിന് ഇരയായിട്ടുള്ള ഒരാളാണ് ഞാൻ. അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പറ്റുവാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. ഇതിൽ പെടാതിരിക്കുക. ഏജൻസികൾ പലതും പറയും. സത്യമാണോ എന്ന് നിങ്ങളാണ് പൈസ മുടക്കേണ്ടത്. അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി പലതും പറയും. നമ്മളാണ് ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മാത്രം തീരുമാനമെടുത്ത് UK ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ, സ്റ്റുഡന്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. ഇനി
ഇനി വരുന്ന സമയത്തെങ്കിലും വളരെയധികം ശ്രദ്ധിക്കുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. നാട്ടിൽ നിന്ന് വന്ന 2 സ്റ്റുഡൻസ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഉടനെ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. വീണ്ടും കാണാം. താങ്ക് യു. ബൈ.